உம்மை மறவே ஒருபோதும் உம்மை பிரியே மறுவாழ்வு தந்த நேசம் மணவாளன் மடியில் சாய்ந்தே மறுவாழ்வு தந்த நேசம் மணவாளன் மடியில் சாய்ந்தே மகிமை மாட்சிமை மாவேந்தன் உமக்கே மகிமை மாட்சிமை மாவேந்தன் உமக்கே துதியும் கனவும் தூயோனே உமக்கே துதியும் கனவும் தூயோனே ഉമകേ വേലക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ വേലക്കാർ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന കാര്യമാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന്, അടിമയോടോ അല്ലെങ്കിൽ വേലക്കാരോടോ നമ്മുടെ യജമാനോട് എങ്ങനെ പെരുമാറണമെന്ന് പൗലോസ് നിർദ്ദേശിക്കുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് പൊതുവെ അടിമകളായി ജനം വിൽക്കപ്പെട്ട് അവരാണെങ്കിൽ വീട്ടിൽ ജോലിയോ അല്ലെങ്കിൽ അവരുടെ കന്നുകാലികളോ ആടുകളോ ആളുടെ മേയ്ക്കുവാട്ടൊക്കെ ഉണ്ടാവും. ഇവരെ കൊണ്ടുവന്ന് ജോലി ഏൽപ്പിക്കുന്നത്. ഈ അടിമ എന്ന് പറയപ്പെട്ട പിന്നെ അവന് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല. ഒരു വ്യക്തി ഒരു മുതലാളി അടിമയെ മേടിച്ചെങ്കിൽ പറഞ്ഞാൽ അവന്റെ ജീവിതകാലം മുഴുവനും ആ യജമാന് അവൻ അടിമയാണ്. ആ മുതലാളി അവനെ ഫ്രീയായി വിട്ടാൽ മാത്രമേ അവർക്ക് പോകുവാൻ കഴിയും. അല്ലെങ്കിൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ മരിക്കും പറയും അടിമയായി അവൻ ജീവിക്കണം. അപ്പോൾ അത് വേലക്കാരൻ എങ്ങനെ ആയിരിക്കണം, മുതലാളിക്ക് മുൻപായി നാം എങ്ങനെ ആയിരിക്കണം എന്ന് പല നിർദ്ദേശം കൊടുക്കുമ്പോൾ വായിക്കാം. പറയാം, നാം ആ കാര്യം ചെയ്യണം. ഭയത്തോടും വെറിയോടും കൂടെ നമുക്കോ യജമാനത്തെ അനുസരിക്കണം. പക്ഷെ നമ്മൾ ഭയത്തിൽ അങ്ങനെയല്ല. അതായത് ഭയത്തിൽ പോലെ നമ്മൾ അഭിനയിക്കുന്നത് തെറ്റാണ്. വളരെ ബഹുമാനത്തോടും ഭക്തിയോടെ നമ്മൾ ചെയ്യണം. നമ്മൾ ഏൽപ്പിച്ച ജോലി ചെയ്യണം. അതേപോലെ ആത്മാർത്ഥമായി നാം ഏൽപ്പിച്ച വേല ചെയ്യണം. പിന്നെ ക്രിസ്തുവിനെ പണിയുടെ യജമാനെ സേവിക്കുന്നത് സാക്ഷാൽ ക്രിസ്തുവിനെ സേവിക്കുന്ന തോണിയായിരിക്കണം. ജോലി സ്ഥലത്ത് പെരുമാറ്റം ഒരു ആരാധനയായി മാറണം. നമ്മളെ ഏൽപ്പിച്ച ജോലി നാം ചെയ്യണം. വിശ്വസ്ത പുറത്തരം ആ വേല നാം ചെയ്യണം. അത് നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നാം അത് ജോലി ചെയ്യണം. അതേപോലെ യജമാൻ കാണുക നാം വേല ചെയ്യരുത്. വളരെ യജമാൻ കാണുമ്പോൾ ജോലി ചെയ്യും. യജമാനത്തിന് പോയാൽ ജോലി ചെയ്യത്തില്ല, മടി കാണിക്കും. അങ്ങനെ ചെയ്യരുത്. യജമാൻ എന്തെങ്കിലും ഇല്ലെങ്കിലും നാം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. അതേപോലെ മനുഷ്യ പ്രീതിപ്പെടുത്താൻ എന്താ നാം ചെയ്യരുത്. നാം ചെയ്യരുത്. എന്ത് ചെയ്താലോ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഓർത്ത് നാം ചെയ്യണം. ആത്മാർത്ഥം. ഇത്രയും വാക്കുകളാണ് പൗലോസ് എടുത്തത് നിർദ്ദേശം കൊടുത്തു. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ട നിങ്ങൾ നമ്മളെ പലരും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് എങ്ങനെയാണ്? ചിലർ തൊഴിലുറപ്പ് പോകണം, തൊഴിൽ പോയിട്ട് അവിടെ വഴി കാണിക്കുന്നു. വീട്ടിലെ സ്ഥലത്ത് ജോലി സ്ഥലത്ത് ജോലി ചെയ്യണം. കലപണി ചെയ്യാൻ പാടില്ല. ഇത് എന്ത് ചെയ്യുന്ന കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ജോലി ദൈവം കാണുന്നു. ദൈവമക്കളെ വിളിക്കപ്പെട്ട നാം ചെയ്യണം. സകലത്തിലും വിശ്വാസ പ്രവർത്തനം. പലപ്പോഴും ദൈവമക്കൾ കാണുന്നത് ഞാൻ അധികം ജോലി ചെയ്തു, എനിക്ക് അധികം കിട്ടണം, കുറച്ച് ജോലി ചെയ്തില്ല കുറച്ച് കിട്ടണം, അങ്ങനെ വാശിയുടെ ആൾക്കാരും ഉണ്ട്. തെറ്റാണ്. നിങ്ങൾ ചെയ്ത ജോലിക്ക് തക്കതായ പ്രതിഫലം ആ മുതലാളി കൊടുത്തില്ലെങ്കിലോ നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാണ്, നീതി പ്രവർത്തിക്കും. ചിലപ്പോൾ ആ മുതലാളി തന്നില്ലെങ്കിലോ സ്വർഗത്തോടെ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്ത ജോലി അതാണ് ദൈവമാണ്. നിങ്ങളുടെ പ്രതിഫലം ഇവിടെയല്ല, സ്വർഗത്തിലുണ്ട്. ഇവിടെയും ദൈവം നിങ്ങൾക്ക് തരും. നമ്മൾ അന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ യോസേഫിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. യോസേഫ് തന്റെ സ്വന്തം സഹോദരൻ ചെയ്തു അവനെ അടിമയായി വിറ്റു. എന്തുകൊണ്ട്? അവരുടെ സ്വപ്നങ്ങൾ ഒന്നും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി പാടില്ല എന്ന് വിചാരിച്ച് അവൻ ചെയ്തു അടിമയായി വിൽക്കപ്പെട്ടു. ജീവിതത്തിൽ പിന്നിൽ ദൈവത്തിനുള്ള മാറ്റമില്ല.
വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേലിന്റെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഉദ്യോഗസ്ഥനായി അകമ്പനായകനായ പോത്തിഫർ എന്നൊരു മിസ്രയീമിൽ അവനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ പോത്തിഫർ എന്നവര് മിസ്രയീം എന്ന് ചെയ്ത് യോസേഫിനെ വിലക്കി വാങ്ങി. ഓക്കെ, രണ്ടാം വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കാത്ത് മിസ്രയീമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ ഇവിടെ അടിമയായി വിൽക്കപ്പെട്ട ജോസഫ് ചെയ്ത് ആ മിസ്രയീമിന്റെ പോത്തിഫർ വീട്ടിൽ പാർത്ത്. പക്ഷെ വചനം പതി യഹോവ യോസേഫിന് കൂടെ ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, മൂന്നാം വാക്യത്തോടാം. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഞാൻ കണ്ട് യജമാൻ നിങ്ങൾ കണ്ട് അടിമയായി വിലയ്ക്ക് വാങ്ങിയ വ്യക്തി അവൻ ചെയ്യുന്ന ജോലിയൊക്കെ ആ കൂടെ ഉണ്ടെന്ന് ആണ് കണ്ടത്. യജമാനൻ കണ്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങളെ കുറിച്ച് നിങ്ങളല്ല മറ്റുള്ള നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയണം. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ ചെയ്തൊക്കെയോ ദൈവം സാധ്യമാക്കുന്നുണ്ട്. അതെ, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്തതൊക്കെ യഹോവ സാധിപ്പിക്കുന്നെന്നും അവന്റെ യജമാനൻ കണ്ട്. അല്ലെങ്കിൽ ആ യജമാനൻ എന്തുമാത്രം യോസേഫിനെ ശ്രദ്ധിച്ചു കാണും. അവന്റെ കൂടെ ഉണ്ടെന്ന് ഈ യജമാനൻ, ഒരു പോത്തിഫർ, ഒരു മിസ്രയീം ദൈവത്തെ അറിയാതെ വ്യക്തി പറയുന്നുണ്ട് അവന്റെ കൂടെ ആരുണ്ടെന്ന്, ദൈവം ഉണ്ടെന്ന്. ദൈവത്തെ മതിപ്പിച്ച വ്യക്തിയായിരുന്നു ഞാൻ. ദൈവത്തെ അന്തിപ്പം ഞാൻ ഇപ്പോഴും മതിപ്പിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തെ പിന്നെയും പൂഷീകരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമത്തെ മറ്റു മുൻപിൽ നിന്ദിക്കുന്നുണ്ട്. ഞാൻ പണ്ട് പ്രവേശിക്കൊണ്ടിരുന്നു, പണ്ട് ഞാൻ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നെ കാണുന്ന ദൈവത്തെ അല്ല, നാം നമ്മളെ തന്നെ പിശാച് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത്. ഇവിടെ യജമാനൻ കണ്ട് എന്താണ് അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നുണ്ടോ, അവന്റെ കൂടെ ദൈവം ഉണ്ടെന്നോ ഈ പോത്തിഫർ കണ്ടു മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ അവൻ എന്തുമാത്രം ശ്രദ്ധിച്ചു കാണും. ദൈവത്തെ അറിയാത്ത വ്യക്തി എന്തുമാത്രം ശ്രദ്ധിച്ചു കാണും. പക്ഷെ അവൻ ഏറ്റു പറഞ്ഞു. വായിച്ചോ. അതുകൊണ്ട് യോസേഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ വിചാരകനാണ് തനിക്കോടൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ദൈവം കൊണ്ട് കൂടെ ഉള്ളത് കൊണ്ട് എന്തായി, യോസേഫിന് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്ത് അവനെ വിചാരണാക്കി. പ്രൊമോഷൻ. അടിമയായി കൊണ്ടുപോകപ്പെട്ട വ്യക്തിക്ക് എവിടെയാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കും? പ്രൊമോഷൻ ലഭിക്കും. യാതൊരു റെക്കമെൻഡേഷനോ ആവശ്യമില്ല. നിങ്ങൾ പ്രൊമോഷൻ കിട്ടിയെങ്കിൽ പറയും, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ലഭിക്കും. ദൈവങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കും. ഇവിടെ വിചാരണാക്കി തനിക്കുള്ളതൊക്കെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. തനിക്കുള്ള സകലത്തെയും അവൻ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? അവൻ കള്ളം പറഞ്ഞില്ല. വിശ്വസ്തനായി ഏൽപ്പിച്ച ജോലിയിൽ 100% അവൻ ചെയ്ത് വിശ്വസ്തനായി വേല ചെയ്ത് അവൻ യജമാനൻ കണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ അങ്ങനെയാണോ? കള്ളം എന്ന് പറയും, നമ്മൾ താമസിച്ചു പോയത് പറയും, അതുകൊണ്ട് നമ്മൾ കാരണം ഉണ്ടാക്കി പറയും. അതെ, ഉള്ളത് പോലെ പറയത്തില്ല. എന്തുകൊണ്ട്? അതിന് പറയുമോ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് കൂട്ടി പറയും, അല്ലെങ്കിൽ ഉണ്ടാക്കി പലതും പറയും. ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അതറിയാം, ദൈവം അറിയും. നിങ്ങൾ ഇതിന് കാണിക്കുന്നത് മനുഷ്യ പ്രീതിപ്പെട്ടതാണ്. പക്ഷെ ദൈവമക്കൾ നിങ്ങളാണ് ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവം ദുഃഖിക്കും. എന്റെ മകൻ നീതിയായി നടക്കില്ലല്ലോ, കണ്ണം പറയുന്നുള്ളൂ എന്ന് ദൈവം ദുഃഖിക്കും. 5-ാം വാക്യം. അവനെ വിചാരങ്ങളാക്കിയത് യഹോവ യോസേഫിനെ മിസ്രയീമിന്റെ വീട്ടിൽ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. ആ വാക്കിനോട് വായിച്ചോ, തീർത്ത് വായിച്ചോ. എന്താണ്? അവൻ തന്റെ വീട്ടിൽ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരങ്ങളാക്കിയത് മുതൽ. എന്താണ് ദൈവം എന്താണ് കണ്ടത്? യോസേഫിനെ വിചാരണാക്കിയ മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം, യാതൊരു നിമിത്തം? യോസേഫ് നിമിത്തം യാർ അനുഗ്രഹിച്ച്? മിസ്രയീമിന്റെ വീട്ടിലും അനുഗ്രഹിച്ച്. വീട്ടിലും വയലിലും അവനക്കുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. ദൈവമക്കൾ നിങ്ങൾ എവിടെ ജോലി ചെയ്താലും നിങ്ങൾ മുഖാന്തരം ആ ഭവനം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ മുഖാന്തരം ദൈവം ചെയ്യും, അനുഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസ്തനായി ജോലി ചെയ്താൽ അവിടെ ദൈവത്തിന്റെ കരം ചലിക്കും. നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടോ നിങ്ങൾ വേല ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്താൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടല്ല, അവിടെ പിശാചിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ മുഖാന്തരം നിങ്ങൾ ചെയ്ത ജോലി മുഖാന്തരം ആ വീടും നശിച്ചു പോകും. അങ്ങനെ പ്രവർത്തത്. 6-ാം വാക്യം. അവൻ തനിക്കുള്ളതൊക്കെ യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ പൈസമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. അപ്പോ അവൻ ഏറ്റെടുത്ത ജോലി ചെയ്ത് സുഖകരമായി വിശ്വസ്തമായി അവൻ ചെയ്തു. ഒരു അടിമ വിൽക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തു? താൻ അടിമത്തനത്തിൽ ആയിരുന്നാലും
തനക്ക് വിമോചനം കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്നാൽ അവൻ കിട്ടിയ വേല അവൻ ചെയ്ത് 100% പെർഫെക്റ്റ് ആയിട്ട് അവൻ ജോലി ചെയ്ത് വിശ്വാസത്തെ പുലർത്തി. കള്ളം പറഞ്ഞില്ല, സകലത്തിലും അവൻ വിശ്വാസത്തെ പുലർത്തിക്കൊണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് മിസ്രൈമിൽ അറിഞ്ഞിട്ട് അവന്റെ കയ്യിൽ എല്ലാം ഏൽപ്പിക്കുവാൻ വേണം. സകലത്തിലും അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് മാത്രം മാറ്റി വെച്ച് തനിക്കുള്ള സ്ഥലം അവന്റെ വീട് താക്കോൽ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീടിന്റെ താക്കോൽ കൊടുക്കും? നമ്മൾ വീടിന്റെ താക്കോൽ കൊടുക്കും? ജോലിയില്ലാതെ കയ്യിൽ കൊടുക്കും? നമ്മൾ വീടിന്റെ